പുനരുദ്ധാന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന പാരീസിലെ നോത്രദാം കത്തീഡ്രൽ ദേവാലയത്തിലെ കുരിശ് പുനഃസ്ഥാപിച്ചു. 2019 അഗ്നിബാധ അതിജീവിച്ച പ്രസ്തുത കുരിശ് കേടുപാടുകൾ നീക്കി ദേവാലയത്തിന്റെ റെക്ടർ വെഞ്ചരിച്ചാണ് കത്തീഡ്രലിന്റെ അഗ്രത്തിൽ പുനഃസ്ഥാപിച്ചത്. കത്തീഡ്രലിന്റെ പുനരുദ്ധാന പ്രവർത്തനങ്ങളിലെ സുപ്രധാന ഘട്ടമായിരുന്നു കുരിശിന്റെ പുനഃസ്ഥാപനമെന്ന് അധികൃതർ വ്യക്തമാക്കി. 2019 ഏപ്രിൽ 15-നാണ് ചരിത്രപുരാതനമായ നോത്രദാം കത്തീഡ്രലിൽ അഗ്നിബാധ ഉണ്ടാകുന്നത്. ദൈവാലയത്തിന്റെ മേൽക്കൂര പാടെ കത്തിനശിച്ചിരുന്നു. എങ്കിലും ദൈവാലയത്തിന്റെ മുകളിൽ സ്ഥാപിച്ചിരുന്ന കുരിശ് സാരമായ കേടുപാടുകളോടെ അഗ്നിബാധയെ അതിജീവിക്കുകയായിരുന്നു. 2019 ആരംഭിച്ച പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ 5 വർഷം പിന്നിട്ടിരിക്കുകയാണ്. ദൈവാലയത്തിന്റെ പഴമയും തനിമയും അതേപടി നിലനിർത്തുന്ന രീതിയിലാണ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ. ഇപ്പോൾ അഗ്നിബാധയേറ്റ് കേടുപാടുകൾ സംഭവിച്ച കത്തീഡ്രലിലെ കുരിശ് ദൈവാലയത്തിന്റെ അഗ്രത്തിൽ പുനഃസ്ഥാപിച്ചിരിക്കുകയാണ്. മെയ് 24-ന് 2 ടൺ ഭാരമുള്ള കുരിശ് കത്തീഡ്രലിന്റെ റെക്ടർ മോൺസിഞ്ഞൂർ ഒലീവർ റിബാഡോ ഡുമാസ് വെഞ്ചരിച്ചു. നോത്രദാം കത്തീഡ്രലിന്റെ അഗ്രത്തിൽ കുരിശ് പുനഃസ്ഥാപിക്കപ്പെട്ടപ്പോൾ ഏറെ സന്തോഷം നൽകുന്ന നിമിഷങ്ങളായിരുന്നെന്ന് ദൈവാലയ അധികൃതരും വിശ്വാസികളും വ്യക്തമാക്കി. കത്തീഡ്രലിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിലെ സുപ്രധാന ഘട്ടമായിരുന്നു കുരിശിന്റെ പുനഃസ്ഥാപനമെന്ന് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഫിലിപ്പ് ജോസ്റ്റ് വ്യക്തമാക്കി. ഒപ്പം പ്രത്യേകമായ ഒരു കരുത്ത് പകരുന്ന നിമിഷം കൂടിയായിരുന്നുവെന്നും ഫിലിപ്പ് ജോസ്റ്റ് കൂട്ടിച്ചേർത്തു. നോത്രദാം കത്തീഡ്രൽ ഒരു മ്യൂസിയമല്ല, മറിച്ച് അത് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഒരു പ്രതിഫലനമാണെന്ന് കത്തീഡ്രലിന്റെ റെക്ടർ മോൺസിഞ്ഞൂർ ഒലിവർ റിബാഡോ ദുമാസും പ്രതികരിച്ചു. ആദ്യകാലത്ത് കുരിശ് വേദനയുടെയും പീഡയുടെയും പ്രതീകമായിരുന്നു. എന്നാൽ ക്രിസ്തുവിലൂടെ അത് ദൈവത്തിന്റെ സ്നേഹം പ്രതിഫലിപ്പിക്കുന്ന ഒന്നായി മാറിയെന്നും മോൺസിഞ്ഞൂർ ഒലിവർ വ്യക്തമാക്കി. കുരിശ് വെഞ്ചരിച്ച് പ്രസ്തുത കത്തീഡ്രലിന്റെ അഗ്രത്തിൽ നാട്ടപ്പെടുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മുടെ കുരിശുകളും ബുദ്ധിമുട്ടുകളും വേദനകളും ഏറ്റെടുക്കാൻ ക്ഷണിക്കപ്പെടുകയാണ് ചെയ്യുന്നതെന്നും മോൺസിഞ്ഞൂർ ഒലിവർ കൂട്ടിച്ചേർത്തു. 2 ടൺ ഭാരമുള്ള പ്രസ്തുത കുരിശ് 1000 മണിക്കൂറുകൾ എടുത്താണ് കേടുപാടുകൾ തീർത്ത് പുനരുദ്ധാരണം ചെയ്തതെന്ന് ഫിലിപ്പ് ജോസ്റ്റ് വ്യക്തമാക്കി. ദൈവാലയത്തിന്റെ മുഴുവൻ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും ഒളിമ്പിക്സിന് മുൻപായി പൂർത്തീകരിച്ച് 2024 ഡിസംബർ 8-ന് വിശ്വാസികൾക്കായി തുറന്നു നൽകാനാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്ന ന്യൂസ്.